എൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊന്തിച്ചിട്ട് കൊടുക്കുക. വലുതാണേ, വലുതാ പാല, ഭയങ്കര വലുപ്പം. അത് അമ്മയ്ക്ക് പറ്റുമോ? അത് കൊത്തിയത് ശരിയായിട്ടില്ല. എന്തായാലും ഇത് ഇങ്ങനെ ഉണ്ടാക്കണമല്ലോ ശരിക്ക്. നമ്മുടെ കൂവ, മഞ്ഞൾ, കാട്ടുകൂവ, ബ്ലാത്തിക്കൂവ എന്നൊക്കെ പറയുന്ന ഫുൾ ടീമിനെ ഇവിടെ കുളിപ്പിക്കുന്നുണ്ട്. ഇതിൽ 3 ഉണ്ട് കേട്ടോ ഉണ്ണിക്കുട്ട. അതായത് ബ്ലാത്തിക്കൂവ, കാട്ടുകൂവ, മഞ്ഞൾ, സ്വല്പം മഞ്ഞളും. ഓക്കെ. അതെ, ബ്ലാത്തിക്കൂവ വെച്ച് ഞങ്ങൾ കൂവ വെച്ച് പറിക്കുന്നൊക്കെ അവിടെ നേരത്തെ മഞ്ഞൾ കുഴിച്ചിട്ട്. കാട്ടുകൂവ, ബ്ലാത്തിക്കൂവ, മഞ്ഞൾ. ബ്ലാത്തിക്കൂവ ഉണ്ട്. ഇതൊക്കെ സെഗ്രിഗേറ്റ് ചെയ്യാം. ആണ് മറിച്ച്. അതിൽ എന്താ നല്ല പൊടിയുണ്ട്. അത് തിന്നാം. കൊള്ളാം. ഞാൻ ആദ്യം ഒന്ന് പച്ചക്ക് തിന്നുന്നത്. പുഴുങ്ങിട്ട് തിന്നും. പുഴുങ്ങും. മാങ്ങഞ്ചി അത്? അതാണ് മാങ്ങഞ്ചി ഗൈസ്. അങ്ങനത്തെ മാങ്ങഞ്ചിയോ അത്. ചെറിയ പീസൊക്കെ ഉണ്ടാവും. അതാണ് അടുത്തുണ്ടാവുക. അതുകൊണ്ട് ഇങ്ങനെ മാന്തമ്പ കാണില്ല പ്രഭേ. അവിടെയൊക്കെ ഉണ്ട്. ഇതിലൊക്കെ കണ്ടോ കുഞ്ഞി ചക്ക? അടിയിൽ സംഭവം ഉണ്ടായിരുന്നു. ചക്ക അടിയിൽ നന്നായി. ചക്ക ഇത് ഈ ബക്കറ്റ് തികയും തോന്നില്ല. ബക്കറ്റ് തികയില്ല. അവിടെ ആ ഒരു ഒറിജിനൽ മഞ്ഞൾ കഴിക്കാതെ വെറുതെ ഉണക്കിയാല് ഉണ്ടാക്കിയ മണം നോക്കിണ്ടാകുന്നു. അമ്മ അവിടെ പറയേണ്ട കാര്യങ്ങൾ നോക്കാത്ത. അമ്മ അവിടെ വൃത്തിയാക്കാം. ത്രോ പോരാ എയിമില്ല, സുറിയില്ല. അങ്ങോട്ടേക്കാ. അല്ല ഇവിടെ ഇങ്ങനെ കുത്തുമ്പോഴേ ഇങ്ങനെ ഒന്ന് കാണുന്നുണ്ട്. കിട്ടിയല്ലോ, അതായത് ബാക്കിയാ. അവന്റെ ബാക്കിയാണ്. അതാ സാധനം ഉണ്ടാവും. അടിപൊളി. അതാ വരുന്നു. കഴുകിയിട്ട് ഇതിനൊപ്പം തന്നെ നമുക്ക് രണ്ടും. ഇത് പ്ലാസ്റ്റിക് വില എവിടെ നോക്കൂ. അവിടെ വരൂ. അമ്മ അവിടെ പണിയില്ല. ഉണ്ട്. അവിടുന്ന് അങ്ങോട്ട് കുത്തിയാൽ മതി.
ഡീപ്പ് കുത്ത് തന്നെ. ഇവിടെയുള്ള കൂവ പറിക്കാൻ പോവാ അല്ലേ? ഉണ്ടോ? ഇതത്രയേ ഉള്ളൂ. മണ്ണീരൊക്കെ ഉണ്ട്. നന്നായിട്ട് കേട്ടോ ഒരു ഇതിപ്പേ. അത് നേരെ ബക്കറ്റിലേക്ക് ഇട്ടുള്ളൂ. നമുക്ക് പിന്നെ അല്ലെങ്കിൽ കഴുകിയിട്ട് ബക്കറ്റിലേക്ക് ഇടാം. മറ്റേ മണ്ണ് വേണോ? വേണ്ട വേണ്ട. മടി ഇടിച്ച മണ്ണങ്ങോട്ട് അതിൻ്റെ അടി കടക്കിലിക്കാട്ട് കൊടുത്താൽ ആ പുല്ലോടെ അങ്ങോട്ട് പറിച്ചോളൂ. എന്നിട്ട് അതിൻ്റെ അടിയിൽ ചോട്ടിലിട്ടു. അപ്പോൾ പുല്ലും പോവും. അപ്പം ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇവിടെയുള്ള കൂവ, മഞ്ഞൾ, പിന്നെന്തോന്ന് പറഞ്ഞില്ലമ്മ? ബ്ലാത്തിക്കൂവ. ആ ബ്ലാത്തിക്കൂവ അല്ലേ? ബ്ലാത്തിക്കൂവി ഉണ്ട്, അവിടെ കാട്ടുകൂവി ഉണ്ട്. കാട്ടുകൂവയുണ്ട് അല്ലേ? ഓക്കെ. ബ്ലാത്തിക്കൂവ, മഞ്ഞൾ, കാട്ടുകൂവ എല്ലാം കൂടി പറിച്ച് സെറ്റപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇന്ന്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഉണ്ട്. പിന്നെ അപ്പുറത്തെ തൊടിയിലും കുറേ ഉണ്ട്. ഇത് ഞാനേ അതും പോയി പറിക്കാനുണ്ട്. ഇത് തുടങ്ങുമ്പോഴേ വാഷ് ചെയ്ത് അങ്ങോട്ട് ഒറ്റപ്പെടുത്താണ്ട് പിടിച്ചെടുത്താൽ മതി. മണ്ണൊക്കെ അതിലാണ്ട് പോയി. ഒരാൾ ഇവിടെ ഉണ്ട്. പിന്നെ കുട്ടി ഇവിടെ ഉണ്ടല്ലോ ദാദവൻ. അടുത്തതാ. ഓക്കെ. അവിടെ നിന്ന് ദൂരം മാറി മതി. ഒറ്റ പിടുത്തം, ഒരു പിടുത്തം ബസ്. ഒക്കെ ബാക്കിയൊക്കെ അമ്മയാ. അതെന്താ മഞ്ഞളാ? കൂവല്ലേ? കൂവയല്ലേ? അത് ബക്കറ്റിലേക്ക് ഇട്ടോളൂ. നമുക്ക് പിന്നെ കഴുകാം. എന്താ മെഡിക്കറ്റിൽ അറിയോ? ആണല്ലേ? കുട്ടികൾ കാര്യം ചെയ്തോളൂ. അത് അതിൻ്റെ ഒപ്പം വെച്ചോളൂ. ഞാനേ മണ്ണ് ഇതേ കൊണ്ട് ക്ലീൻ ചെയ്തരും. ഓ അല്ല, ആ ചെളിയോടെ നമുക്ക് വെള്ളം ഇതിനൊക്കെ ഒഴിച്ചും കൊടുക്കാമല്ലോ. കുറച്ചുണ്ടെങ്കിലും കുഴപ്പമില്ല. അത് കഴിഞ്ഞു. ഇവിടെ ഇതിൽ ഒരു പീസ്. അതന്നെ. ഓക്കെ. അവിടെ മുളയ്ക്കും ചെയ്തു. ചെറുത് പറഞ്ഞിട്ട് നമ്മൾ ദിവസം നനയ്ക്കുന്ന ഏരിയല്ലേ? അവിടെ ഉണ്ട് അല്ലേ? അത് മുളക് ചെടി ഒന്നും മാറി നിന്നാൽ മതി. ഇതൊന്ന് പിടിച്ചോളൂ. ഇങ്ങനെ ആരോഗ്യത്തിന് നല്ല. വാ, അത് നമുക്ക് കുഴിച്ചിടാം. അങ്ങനെ കുഴിച്ചിട്ടുണ്ട്. അമ്മ ഉരുട്ട് നോക്കിയാട്ടെ. ഇങ്ങനെ പറിക്കണം. എന്നാലാണ് ലവേ മറ്റേ ആ മണ്ണ് മറ്റേ മുളകിനൊന്ന് ഒരു കഷ്ടത. ഒരു കഷ്ട അല്ല, അതവിടെ ഇരുന്നോട്ടെ. അതിൻ്റെ അടുത്ത അതെ. മുളകൊന്ന് സെറ്റപ്പ് ചെയ്യണം. അത് ഇവിടെ നിന്നാണ് മണ്ണാണ്ട് കൊടുത്താൽ മതി. മാറുകൂട്ടി പോരാ. ഇനി എവിടെ അമ്മ കണ്ടത്? ഇനി അവിടെയൊക്കെ ഉണ്ട്. അതായിരിക്കണം വലുതൊരുത്തൻ. പിന്നെ അവിടെ ഉണ്ട്, പിന്നെ അവിടെയുണ്ട്. എൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊന്തിച്ചിട്ട് കൊടുക്കുക. വലുതാണേ. വലുതാ പാരാ, ഭയങ്കര വലുപ്പം. അത് അമ്മയ്ക്ക് പറ്റുമോ? അത് കൊത്തിയത് ശരിയായിട്ടില്ല. എന്തായാലും ഇത് ഇങ്ങനെ ഉണ്ടാക്കണമല്ലേ ശരിക്ക്? ഇതാണ് ശരിക്കുള്ള കൂവ. അവിടെ വെച്ചോളൂ. ഞാൻ ആ മണ്ണ് അവിടെ. എൻ്റെ അമ്മോ, അളിയനോ? അതിൻ്റെ അളിയനാ. അളിയൻ. ഞങ്ങൾക്ക് അളിയൻ എന്നൊക്കെ മനസ്സിലാവുക ചെയ്യും. ബട്ട് ഞങ്ങളുടെ ഇതില് അളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെങ്ങളുടെ ഭർത്താവ്, അല്ലെങ്കിൽ ഭാര്യന്റെ ആങ്ങള, ഭാര്യയുടെ ചേട്ടന്മാര്, അനിയന്മാര്. അപ്പൊ ഇതെന്താ അളിയൻ? പിന്നെ ഇത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇതേത് വകയിലെ അളിയൻ? അതെ, അതാണ് അളിയൻ. അളിയന്മാർക്കിട്ടൊരു കളിയാക്കലാണ്. അതെ, ഞങ്ങൾക്ക് ഇട്ടൊരു താങ്ങലാണത്. ഞാനിവിടുത്തെ അളിയനാണ്. അതെ. ആദ്യം ബക്കറ്റിൽ കയറില്ല കേട്ടോ. ഇല്ല, അത് ഞാനേ അച്ഛനെ ഇവിടെ ഈ ഇതൊക്കെ ഒന്ന് ഇവിടെ ഇട്ടിട്ട് ഒന്നാം വെള്ളം അടിച്ചു കഴിഞ്ഞാൽ മണ്ണൊക്കെ ഇവിടെ ചെടി നനയ്ക്കാം. ചെടി നനയ്ക്കാം. അപ്പൊ ഇതൊക്കെ എന്റെ പരിപാടി അതാണ്. എല്ലാം കൂടി കൂട്ടിയിട്ട് കണ്ടേ. പിന്നെ ഇവിടെ ഉണ്ട്. വാ, കമാൺ. ഇവിടെ ഇതാ എന്റെ ഡ്രാഗൺ ഫ്രൂട്ട് ഒന്നുമില്ല. എവിടെയാ കണ്ടത്? ആ കോർണറിലാ. ഇവിടെ ചെറുതല്ലേ? ചെറുതൊന്നുമില്ല. അന്നത്തെ പാന്തി വരുമ്പോൾ വലുതാവും. മാറ്റുന്നവിടെ കുറച്ച് ദൂരെ മാറ്റണേ.
ഇത് ചെറിയ അളിയനാ, കുഞ്ഞളിയൻ. കുഞ്ഞളിയൻ. അമ്മ കുഞ്ഞളിയനെ കിട്ടി. ഞാൻ റെഡി ആയിക്കോളാം. ചാങ്ങട്ടേക്ക് അത് കൊണ്ടിട്ടോ. ഏത്? ആ കൂവേണ് കൂവേണ്. ഉണ്ടോ ഇവിടെ മഞ്ഞളും കൂവി അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. ഏതാ കുട്ടി? ആ കൂവയാവാനാ സാധ്യത അല്ലേ? ഇത് മഞ്ഞളാ. കൂവേ നോക്കാം. ഇത് മഞ്ഞളാന്ന് ഞാൻ പറയുന്നു. ഇത് മഞ്ഞൾ. ഇത് ചേന വെച്ചാണ് ഈ ഹോട്ട. ചേന ഉണ്ടോ? ചേന എടുക്കണോ? വേണ്ട വേണ്ട. അതെന്താ? നോക്കിയോ. ഞാൻ എന്താ പറഞ്ഞു? മഞ്ഞൾ കുഞ്ഞു മഞ്ഞളാ. അത് തിരിച്ച് കുഴിച്ചിടാം. വലുതായിട്ടില്ല. പിന്നെ വലിയ കെയറൊന്നും വേണ്ട ആൾക്ക്. അതെ. അപ്പൊ അത് കൂവയല്ലായിരുന്നു, മഞ്ഞളായിരുന്നു. അപ്പൊ ചെറുതാണ്. അപ്പൊ അത് വലുതായിക്കോട്ടെ. ഞങ്ങൾ മഞ്ഞൾ ഇഷ്ടം പോലെ അവിടെ പറിച്ചു വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതെല്ലാം കൂടി കൂട്ടി കാണിച്ചു തരാം. അപ്പൊ നല്ല രസമായിരിക്കും. കൂവയടാ. ഇനി എന്താ? മഞ്ഞളാണോ? നോക്കൂ. അത് മഞ്ഞളാവാൻ തന്നെ ചാൻസ്. ഒന്ന് മാന്തിയിട്ട് നോക്കിയാൽ മതി. മഞ്ഞ നിറണ്ട വണ്ണിക്കൂട്ടാ. നഖം കൊണ്ട് ജസ്റ്റ് ഒന്ന് മേലെ മാന്തി നോക്കിയാൽ മതി. അല്ല, അത് അവിടെ നിന്ന് പറിച്ചോളൂ. ഇനി ഇൻ കേസ് അത് മഞ്ഞളാണെങ്കിൽ നമുക്ക് അതിനൊപ്പം വെക്കാലോ. മണ്ണ് പറിക്കാം. അതുകൊണ്ട് പറിച്ചോളൂ. കോർണറിൽ അവിടെ അങ്ങനെ ഇരിക്കുകയുള്ളൂ. അതെ അതെ. ഡ്രാഗൺ ഫ്രൂട്ട് നോക്കണേ. ഇത് കൂവേ ആണോ? ഡ്രാഗൺ ഫ്രൂട്ട് അവിടെ ഉണ്ടാവും. അത് കൂവയാ. കൂവയാ? ആ കൂവയാ. ഞാൻ പഠിച്ചു പോ. കൂവയാണോ മഞ്ഞളാണോ നോക്കാൻ. സ്മാർട്ട് ബോയ്സ്. അച്ഛാ വഴുതനങ്ങ വെണ്ടയ്ക്ക. ചവിട്ടണ്ട. വെണ്ടയ്ക്ക. ഓക്കെ. ഇനി ഉണ്ടോ എവിടെയെങ്കിലും? ഇനി ഉണ്ടെങ്കിൽ നോക്കി പറഞ്ഞോളൂ. ഇവിടെയുള്ള മഞ്ഞളും കുവയുടെയൊക്കെ സംഭവങ്ങൾ പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വേറൊരു സാധനം കാണിച്ചു തരാം. ഒരു സർപ്രൈസും കൂടി ഉണ്ട്. ഓക്കെ. സർപ്രൈസ് നമ്മൾ പറിച്ചു വെച്ച ഓൾറെഡി വേറൊരു ബക്കറ്റ് എടുത്തോളൂ. ഇത് ഞാൻ പിടിക്കാം. അച്ഛൻ ഇതൊന്ന് കഴുകിയിട്ട് അങ്ങോട്ട് കയറ്റിയാൽ പോരെ? ആ എന്നാ അതാ നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളതും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഒറ്റയടിക്ക് അങ്ങ് കഴുകാം. മണ്ണ് അതെ, അത് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. ഏത് കൊണ്ടുവരുന്നീ? ഞാൻ ആ ഷീറ്റിൽ ഇങ്ങോട്ട് ചുരുട്ടി പിടിച്ചാൽ മതിയല്ലോ. അമ്മ പോരും. എനിക്ക് നടക്കാൻ വയ്യ. ഞാൻ എടുത്തിട്ടുണ്ട്. അല്ല അവിടെ ഉണ്ട്, മകനുണ്ട്, പോയിക്കോളൂ. ബാക്കിയുള്ള ആ ഷീറ്റിലിട്ട് കൊണ്ടുവന്നാൽ മതി. എന്നാൽ ഇവിടെ നിന്ന് മണ്ണ് എങ്ങോട്ടും പോവില്ല. ഇവിടുന്ന് കാണുമോ? ഇതാ കണ്ട, ഇതൊക്കെ ഞങ്ങൾ പറിച്ചതാണ് ഞങ്ങളുടെ തൊടിയിൽ നിന്ന്. കുറേയൊക്കെ അമ്മ ബക്കറ്റിലേക്ക് ഇട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാനിത് ബക്കറ്റിലേക്ക് ഇട്ടതിന് ശേഷം അവിടെ കൊണ്ടുപോയിട്ട് വീഡിയോ കാണിക്കാം. ഞങ്ങളിത് തൊടിയെ കൊണ്ടുപോയിട്ട് കഴുകാനുള്ള പരിപാടിയാണ്. അമ്മ സ്റ്റെപ്പിൻ്റെ അവിടെ ഒന്ന് വീണ് കിടക്കുന്നുണ്ട്, എടുക്കണേ വരുമ്പോൾ. ഇതാ ഇനിയുണ്ട്, ഞാൻ കൊണ്ടുവരാം. അമ്മ കുറച്ച് കൊണ്ടുവരുന്നു. മഞ്ഞ ഷീറ്റ് ഇങ്ങോട്ട് വേണ്ട. ഇതിപ്പോൾ ഇങ്ങനെ എടുക്കുക, ഇതിൽ വേടാ. അതെ, അത് ചെടിക്ക് നനയ്ക്കുമ്പോഴേ അതും കൂടി ഇട്ടോളൂ അമ്മ. ഓക്കെ. മാങ്ങ അത് അവിടെ നിന്ന് തൊടിയിൽ നിന്ന് വീണപ്പോൾ കിട്ടിയതാ. ഓക്കെ. ഇനി ഇതും കൂടി കഴുകാനുണ്ട്. അത് കുറച്ചും കൂടി ഡെപ്തായിട്ട് കഴുകാൻ. ആ നിലത്തുള്ള പീസേ വെള്ളം വേണ്ടി വരും. അതെ അതെ അതെ.
അപ്പം ഇത് ഇനി നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഞാനേ ആ ഷീറ്റ് അവിടെ ഒന്ന് വിരിച്ച് വെക്കാം, എന്നിട്ട് അതിലേക്ക് ഞാനും വരാം. ആ ഷീറ്റിൽ അല്ലെങ്കിൽ ഞാനത് പോയി സെറ്റ് ചെയ്തിട്ട് വരാം. നല്ല മണ്ണുണ്ടല്ലേ? അല്ല, നല്ലോണം വെള്ളം അടിച്ചോളൂ. നമുക്ക് പുറത്തേക്ക് പോകുന്നതേ നമുക്ക് എടുക്കാം. ഞങ്ങൾ കഴുകി കൊണ്ടുവന്ന മഞ്ഞൾ, കൂവ, ലാത്തിക്കൂവ ഒക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അച്ഛനവിടെ ഇതിൻ്റെ ഷീറ്റ് കഴുകുന്നുണ്ട്. അപ്പോൾ അത് കഴുകി കഴിഞ്ഞാൽ ഇവിടെ നിരത്തും, എന്നിട്ട് ഉണക്കാൻ വയ്ക്കും. അതെ അതെ അതെ, കുഴപ്പമില്ല. ഇതിൽ 3 ഉണ്ടിട്ടോ ഉണ്ണിക്കുട്ടാ. അതായത് ബ്ലാത്തിക്കൂവ, കാട്ടുകൂവ, മഞ്ഞൾ, സ്വല്പം മഞ്ഞളും. ഓക്കെ. അതെ, ബ്ലാത്തിക്കൂവ വെച്ച് ഞങ്ങൾ കൂവ വെച്ച് പറിക്കുന്നൊക്കെ അവിടെ നേരത്തെ മഞ്ഞൾ കുഴിച്ചിട്ട് അവിടെ എന്താ അതായത് ഇതാണ് ലാത്തിക്കൂവ അല്ലേ? ഓക്കെ ഗൈസ്, ഇതാണ് ലാത്തിക്കൂവ. ബിലാത്തിക്കൂവ അല്ലേ? ബിലാത്തിക്കൂവ. ആനക്കൊമ്പ് പോലെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ബിലാത്തിക്കൂവ. അപ്പം ഞാൻ ഏതാ മഞ്ഞൾ? ഓക്കെ, മഞ്ഞൾ, നോർമൽ കൂവ അല്ലേ? കാട്ടുകൂവ, ബ്ലാത്തിക്കൂവ, മഞ്ഞൾ. സെഗ്രിഗേറ്റ് ചെയ്യാം. ഇതിനൊക്കെ മഞ്ഞളുടെ മണം. മഞ്ഞളല്ല, സാധാ കൂവ അല്ലേ? കാട്ടുകൂവ. അപ്പൊ അച്ഛൻ എന്നോടേ പച്ചക്കോ ഇതെന്താ കൂവ അല്ലേ? കാട്ടുകൂവ. ഓക്കെ, ബ്ലാത്തിക്കൂവയാണ് ഈ വെളുത്ത് കാണുന്നത്. അപ്പൊ ഇതൊക്കെ കാട്ടുകൂവയാവാനാ ചാൻസ്. ഇതൊക്കെ കാട്ടുകൂവയാ. ഇതെന്താ മണം? അതിന്റെ കൂവേന്റെ നല്ല മണണ്ടേ അല്ലേ? നല്ല ഒറിജിനൽ മഞ്ഞളുടെ മണം ഇവിടെയൊക്കെ. ഇതോ അമ്മ? മഞ്ഞളാ? ഉറപ്പാ? മഞ്ഞള, നല്ല മണം. അമ്മ കുട്ടി ആ ബ്ലാത്തിക്കൂവ മഞ്ഞളാ? ആണ് മറിച്ച്. പച്ചക്ക് തിന്നാ? പച്ചക്ക് തിന്നാ. ഞങ്ങളൊക്കെ എത്രയാ പണ്ട് ഒരു പീസ് നോക്കട്ടെ. ഒരു പീസ് ഒരു കഷ്ണം. അമ്മ മൊത്തം തിന്നേ. ഒരു കഷ്ണം ഞാൻ കഴിക്കുന്നുണ്ട്. എന്താ നല്ല പൊടിയുണ്ട്. അത് തിന്നാം. കൊള്ളാം. ഞാൻ ആദ്യം തിന്നു പച്ചക്ക് തിന്നുന്നത്. പുഴുങ്ങിട്ട് തിന്നും. പുഴുങ്ങും. അമ്മേൻ്റെ മാക്സിലൊക്കെ വെള്ളമായിട്ടുണ്ട്. ഞങ്ങൾ കർഷകരല്ലേ, കള പറിക്കാൻ ഇറങ്ങിയ കർഷകർ. അപ്പോൾ അതാ ഞങ്ങൾ മഞ്ഞൾ ഇവിടെ ഉണ്ട്. ഇത് സെയിം സാധനമാണ്. ഞങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പറഞ്ഞതാണ് ഇതിപ്പോൾ തിന്നാൻ പറ്റുന്നു. അപ്പോൾ പണിയൊക്കെ നിർത്തി വെച്ചിട്ട് ഞങ്ങൾ ഇതിൻ്റെ തീറ്റയിലാണ്. അമ്മയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം, എന്തൊക്കെ തിന്നാൻ പറ്റും. ഒരു ചണ്ടിയുണ്ട്, അത് തുപ്പാൻ പറ്റുമോ? ഇറക്കാൻ പറ്റില്ല? ഇറക്കൊക്കെ ചെയ്യാം. ഞാൻ ഇറക്കി. ഞാനും ഇറക്കി. രാവിലെ ചെറുതായിട്ടൊരു പ്രശ്നം ഉണ്ടാവുന്നല്ലോ, വേറെ ആണോ? ചണ്ടിയല്ലേ? എന്നാലേ ബാക്കി കഴുകാൻ. ഇനി എപ്പോഴെങ്കിലും തിന്നാൻ പറ്റിക്കഴിഞ്ഞാൽ തിന്നണം ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, പഠിക്കട്ടോ. നമുക്ക് ഉണക്കാനൊക്കെ സുഖമായിരിക്കും. കുറച്ച് ഇഞ്ചിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വെറൈറ്റി ആയിരുന്നു. ഇത് ഒരു മുരട് പറിച്ചിട്ടേ ഉള്ളൂ പറയേ. രാത്രി പോവാ. അത് പോയി. സഞ്ചി.
കയ്യിലൊക്കെ കണ്ട കളറായത് നോക്കും. അതാണ് യഥാർത്ഥ സമയത്ത് പറിച്ചില്ലെങ്കിൽ അത് സഞ്ചിയെന്നൊക്കെ അമ്മ പറയില്ലേ, ശീല പോലെ ആവും അല്ലേ. മുറ്റം ഒന്ന് കഴുകേണ്ടി വരും നാളെ. നാളെ നമുക്ക് മുറ്റം കഴുകാം. ഇത് അത് മഞ്ഞളല്ലേ, മഞ്ഞളിലേക്ക് ആണ്ടിരിക്കാം. അതാ ഒരു ഇത് മൊത്തം കൂവയപ്പോ ഇത് അത് ഞാൻ സെഗ്രിഗേറ്റ് ചെയ്തതാ, അതിൽ മഞ്ഞൾ ഉണ്ടാവൂല. ഇങ്ങനത്തെ കിട്ടേണ്ടത് ഉണ്ണി. എന്താ കൂവേൻ്റെത് മുരട് ഇങ്ങനത്തെ ഇതെല്ലാം ഇതുണ്ടാവുക, പൊടി ഉണ്ടാവുക. ആണല്ലേ. ഇത് മഞ്ഞളല്ലേ? അത് മഞ്ഞളാ. ഇത് മഞ്ഞളാ. എന്നിട്ട് നീ അവൻ പറഞ്ഞു കൂവയെന്ന് പറഞ്ഞിട്ട് കയ്യിൽ കളറാവുന്ന കണ്ട. ഓ കൂവയെന്നല്ല. ഓക്കെ, ബ്ലാത്തി കൂവ, നോർമൽ കൂവ, മഞ്ഞൾ ഇതൊക്കെ ഇന്ന് പറിച്ചതാണേ. അപ്പം അമ്മയാണ് ഇതിൻ്റെ എക്സ്പേർട്ട്, സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. മാങ്ങഞ്ചി അത്? ആ അതാണ് മാങ്ങഞ്ചി ഗൈസ്. മാങ്ങയുടെ മണമുള്ള ഇഞ്ചിയാണ്. നല്ല ടേസ്റ്റ് ഇതിൻ്റെ അച്ചാർ. അതെ ഇവിടെ ഇരുന്നോട്ടെ. കൂവയല്ലേ. ഒരു മാങ്ങഞ്ചി കിട്ടിയിട്ടുണ്ട്. കൊള്ളാം. അപ്പം ഇതിവിടെ ഉണങ്ങട്ടല്ലേ ഇന്ന്? ഇതിവിടെ കിടക്കട്ടെ, ഒന്ന് ഡ്രൈ ആവും. നമുക്ക് ഒന്നും കൂടിയും എന്താ പറയുക, കഴുകാനുണ്ട്, ചെളിയുണ്ട് കുറച്ചും കൂടെ. കഴുകാൻ ബക്കറ്റിൽ ബക്കറ്റിലിട്ട് ഇങ്ങനെ കഴുകിയെടുക്കണം. ഓരോന്നായിട്ട് മഞ്ഞൾ മാറ്റി വെക്കൂ. അതിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുക. ഇത് മഞ്ഞളല്ല, മഞ്ഞൾ മാറ്റുക. ഇത് മഞ്ഞളാ, ഇത് മഞ്ഞളാ. അതൊക്കെ കൂവയുണ്ടായിരുന്നു. ഇതും മഞ്ഞളാ. ഞാൻ മണത്തിട്ട് ഞാൻ തന്നെ പറയാം.